പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 മേടമാസം 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. അതായത് 2026 ഏപ്രിൽ മാസം 27-ാം തീയതി മുതൽ മെയ് മാസം 3-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നാം ചർച്ച ചെയ്യുമ്പോൾ പൂരം നക്ഷത്രത്തിലാണ് 27-ാം തീയതി ചന്ദ്രൻ്റെ സ്ഥാനം ചിങ്ങൻ രാശിയിൽ. മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നു, ഇടവത്തിൽ ശുക്രൻ, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ചന്ദ്രനോടുകൂടെ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ചൊവ്വ, ബുധൻ, ശനി. ഇവിടെ മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഈ വാരത്തിൽ പ്രത്യേകിച്ച് ശുക്രന് സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ചാരപശാലുള്ള മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് സൂര്യൻ ഇപ്പോഴും അത്യുച്ഛം വിട്ടു നിൽക്കുന്നു. പ്രതിതശ്ചതുരഃ അടനഃ അല്പവിത്തഃ ക്രിയേതു ആയുധഭൃത് വിതുംഗഭാവേ. മേടത്തിൽ ഉച്ച ക്ഷേത്രം മേടം 10 വരെയുള്ള സമയത്ത് സൂര്യൻ പ്രതിതഃ ചതുരഃ പ്രശസ്തനും സമർത്ഥനുമാകുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ സൂര്യൻ്റെ ആ പ്രഭാവം അത്ര കണ്ട് ആചാര്യൻ വിശദീകരിച്ചിട്ടില്ല. വിതുംഗഭാവേ, ഉച്ചം ഭാവം കഴിഞ്ഞുള്ള സമയത്ത് മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ അടനഹ അല്പവിത്തഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സഞ്ചരിക്കുക, അല്പവിത്തഹ, ധനപരമായ വിഷയത്തിൽ പൂർണ്ണത ലഭിക്കാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ബുധൻ നീചസ്ഥനാണ് ഇന്നത്തെ ഈ രാശിപ്രകാരം. ബുധൻ മീനത്തിൽ തന്നെ നിൽക്കുന്നു. ഏതായാലും ഓരോ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, ശ്രദ്ധിക്കുക. മകമൂര മുത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ചന്ദ്രനും കേതുവുമാണ് രാശിയിലുള്ളത്. 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ചൊവ്വ, ബുധൻ, ശനി, 9-ാം ഭാവത്തിൽ സൂര്യൻ, 10-ാം ഭാവത്തിൽ ശുക്രൻ, 11-ാം ഭാവത്തിൽ വ്യാഴം. ആരോഗ്യസ്ഥിതിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. വൈകല്യവാനായ ചന്ദ്രൻ കേതുവോടുകൂടി നിൽക്കുന്നുണ്ട്. അതിനാൽ ആരോഗ്യവിഷയം ശ്രദ്ധിക്കണം. അമ്മാന്മാരുടെ ആരോഗ്യവിഷയം ശ്രദ്ധിക്കണം. കർമ്മമേഖലയിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാകും. കാരണം കർമ്മസ്ഥാനത്ത് ശുക്രനുണ്ട്, 9-ാം ഭാവത്തിൽ സൂര്യനുമുണ്ട്. ക്രിയാതുംഗതാം, ജോലിയിൽ ഉയർന്ന സ്ഥിതി ലഭിക്കും. തപ്പിതേ സോദരേണ, സഹോദരനാൽ തനിക്ക് ബുദ്ധിമുട്ടുകൾ വരും. ഇവിടെ രേഖാപരമായ വിഷയങ്ങളൊക്കെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ രേഖ നഷ്ടപ്പെടുക, അനാവശ്യമായ തർക്കങ്ങൾ രേഖാവിഷയത്തിലുണ്ടാവുക, തനിക്ക് പേരുദോഷമുണ്ടാകുന്ന ചില അവസ്ഥകളൊക്കെ വരും. സന്താന വിഷയങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. മക്കളുടെ മക്കൾക്കൊക്കെ നല്ല വിവാഹങ്ങളൊക്കെ വരും. പ്രായമുള്ളവർക്ക് അതിലൂടെ സന്തോഷം വരിക. ശ്രദ്ധിക്കേണ്ടത് ശാരീരികമായി കണ്ണുകളെയും ശ്രദ്ധിക്കണം. പൈൽസിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ നോക്കണം. ത്വക് രോഗം വളരെയധികം വരുന്ന സമയമാണ്. ചൂടത്തുണ്ടാകുന്ന ത്വക് രോഗങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കാരണം ബുധൻ നീചസ്ഥനാണ്. ചൊറി മുതലായ പച്ച മലയാളത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക, അസ്വസ്ഥകൾ വരിക, അതിലൂടെ ബുദ്ധിമുട്ടുകൾ വരിക. അറിയാതെ കണ്ണുകൾക്കുണ്ടാകുന്ന ചൂടത്ത് കണ്ണുകൾക്കുണ്ടാകുന്ന രോഗാദി അരിഷ്ടകൾ ശ്രദ്ധിക്കണം. ധനം ഏറ്റവും ശ്രദ്ധിക്കുക. ജോലിയിൽ വളരെയധികം ഉയർന്നൊരു പദവി ലഭിക്കും. പക്ഷേ ധനവിഷയം ശ്രദ്ധിക്കണം. ചതിക്കപ്പെടുക ആരെങ്കിലും, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന അവസ്ഥയുണ്ടായി തന്നെ ആരെങ്കിലും കൊടുക്കുക, ഇതിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. ശത്രുക്കൾക്ക് നമ്മളുടെ മേൽ ഡോമിനേറ്റ് ചെയ്യുവാൻ എന്ന് അറിയണം. ചതിക്കപ്പെടരുത്. തൻ്റെ വാക്കുകളിലൂടെ തനിക്ക് അപകടങ്ങളും ശത്രുക്കളും ഉണ്ടാകും. ലക്ഷ്മീർ വസ ജിഹ്വാഗ്രേ, നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക. അനാവശ്യമായ വാക്തർക്കങ്ങൾ ഒഴിവാക്കുന്നത് നല്ലത്. ഇവിടെ നിർബന്ധമായും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ദാമ്പത്യത്തിൽ ഭാര്യാഭർത്തന്മാരുടെ ദീർഘ ശ്രേയസ്സിനായിക്കൊണ്ട് ഐക്യമത്യ അർച്ചന ചെയ്യണം ചിങ്ങൻ രാശിക്കാർ. നമസ്തേ.